പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ദേശത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം ആധാരമാക്കിയാണ്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടവും ദുഃഖവും വേദനയും ഒക്കെയുണ്ട്. ഈ ലോകം അതാണ്. ഈ ലോകം തരുന്നത് നല്ലതല്ല, കഷ്ടതയെ തരുന്നത്. ദുഃഖം തരും, വേദന തരും, പരിഹാസം തരും, നിന്ദ തരും, ആക്ഷേപങ്ങൾ തരും. എന്നാൽ യേശുവിന്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിക്ക് നിന്ദയും ദുഃഖവും പരിഹാസവും വേദനയും ഒന്നും അല്ല കിട്ടുന്നത്. പകരം ഈ ലോകത്തിലേക്കുള്ള ജയമാണ് കിട്ടുന്നത്. ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ പ്രിയരെ, നമ്മൾ കർമാദികൾ കൊണ്ട് മുമ്പോട്ട് പോയാൽ പറ്റത്തില്ല. ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ശക്തിക്കോ അതിനെ ജയിക്കാൻ കഴിയത്തില്ല. നമ്മൾ പഠിച്ചു വെച്ച എന്തെങ്കിലും തിയറിക്കോ അല്ലെങ്കിൽ നമ്മുടെ കഴിവിനോ നമ്മുടെ വിദ്യാഭ്യാസത്തിനോ ഈ ലോകത്തെ ജയിക്കാൻ കഴിയില്ല. എന്നാൽ ഈ ലോകത്തെ ജയിക്കാൻ കഴിയുന്ന, ഈ ലോകത്തിലുള്ള ദുഷ്ടതയെ, ഈ ലോകത്തിലുള്ള കഷ്ടതയെ, ഈ ലോകത്തിലുള്ളതായ ശാപത്തെ, ഈ ലോകത്തിലുള്ള രോഗത്തെ, നിന്ദയെ, പരിഹാസത്തെ, ആക്ഷേപങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല താഴ്ചകളെയും അനർത്ഥങ്ങളെയും ദുഃഖങ്ങളെയും തരണം ചെയ്യാൻ, അതിൽ ജയം പ്രാപിക്കാൻ ഒരേ ഒരു ശക്തിക്ക് മാത്രമേ കഴിയൂ. അത് നസറേനായ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് യേശു കർത്താവ് പറയുകയാണ് ഇന്ന് രാവിലെ, നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. യേശു പറഞ്ഞത് കഷ്ടമില്ലെന്നല്ല, യേശുവിന്റെ അടുക്കൽ വന്നാൽ കഷ്ടമില്ലെന്നല്ല. യേശുവിന്റെ അടുക്കൽ വരുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടായിരിക്കാം, പക്ഷെ അവിടെ ഒരു പരിഹാരമുണ്ട്. ഈ ലോകത്തിലെ കഷ്ടവുമായി യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ തകരുകയല്ല ചെയ്യുന്നത്, അവിടെ നിങ്ങൾ പരിഹരിക്കപ്പെടുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുകയാണ്. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, ശാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പൈശാചിക മണ്ഡലം ഒരുക്കി വെക്കുന്ന സകല കെണികളുടെയും പരിഹാരത്തിന് വേണ്ടിയാണ് നസ്രേന യേശു ക്രിസ്തു ക്രൂശിൽ കയറിയത്. എന്തിനാ ക്രൂശിൽ കയറി കർത്താവ് ക്രൂശിതനായത്? എന്നെ ജയാളിയാക്കാൻ, എന്നെ ജയമുള്ളവനാക്കാൻ, എന്നെ ശക്തീകരിക്കാൻ, എന്നെ ആ ക്രൂശോളം അടുപ്പിച്ച് നിത്യതയോളം കൊണ്ടെത്തിക്കാൻ. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയുക, ഈ ലോകത്തെ കണ്ടും ഈ ലോകത്തിലെ കഷ്ടതയെ കണ്ട് നിങ്ങൾ പേടിക്കരുത്. ഈ ലോകത്തിലെ പ്രതിസന്ധികൾക്കകത്ത് നിങ്ങൾ അകപ്പെട്ടു പോകരുത്. വിശ്വാസ ജീവിതത്തിൽ നിന്നും ക്രിസ്തുവിൽ നിങ്ങൾ കണ്ണെടുത്ത് പുറകോട്ട് പോകരുത്. വേദപുസ്തകം പറയുന്നു, അവങ്കിലേക്ക് നോക്കുവീൻ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവമക്കളെ, നിങ്ങളുടെ മുഖം ലജ്ജിക്കാതെ ഇരിക്കാൻ, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ തകർന്നു പോകാതെ ഇരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തു സ്വർഗ ഉന്നതികളെ വെടിഞ്ഞ് താണഭൂമിയിൽ വന്ന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലതുവശത്തിരിക്കുന്ന ക്രിസ്തു ഈ ലോകത്തെ ജയിച്ചെങ്കിൽ, നിങ്ങൾ അവന്റെ മക്കളാണെങ്കിൽ, ഞാൻ അവന്റെ മകനാണെങ്കിൽ നമുക്ക് ജയമുണ്ട് പ്രിയരെ. അതുകൊണ്ട് നിങ്ങൾ തോറ്റവരല്ല, നിങ്ങൾ ജയിക്കും. ഇനിയും അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, തലമുറ അനുഗ്രഹിക്കപ്പെടും. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആമേൻ പറയുക. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിൽ ഞാൻ പറയാം, ഭാരപ്പെടരുത്, നിങ്ങൾ ജയിച്ചവരാണ്. ഭാരപ്പെടരുത്, നിങ്ങൾ തകർന്നവരല്ല. നിങ്ങൾ തകരാൻ ദൈവം അനുവദിക്കില്ല. കാരണം ലോകത്തിൽ നിങ്ങൾക്ക് യേശു നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ജയാളിയായി മാറും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മക്കളെ അനുഗ്രഹിക്കണേ, ഇവർ ജയാളികളായിരിക്കട്ടെ, ഇവർ തകർന്നു പോകരുത്. കൃപയിൽ ഇവരെ മറയ്ക്കണേ, യേശുവിന്റെ സ്നേഹത്താൽ ഇവരെ മറയ്ക്കണേ, ആ രക്തത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ ഇവരെ സൂക്ഷിക്കണേ. കർത്താവേ, ഞങ്ങൾ ജയാളികളാകാൻ അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.